അടിപൊളി വിശേഷങ്ങൾ ഗ്രൂപ്പ് ഇതിൽ കഴിക്കുന്നുണ്ട് ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ ഓണത്തിന് പൂക്കളൊന്നും ഇട്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ 4-5 ഫാമിലിയാണ് മലയാളീസ് ഉള്ളത്. അതിലൊരു ഫാമിലി ആണെങ്കിൽ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒത്തുകൂടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഈ ഒരു വീട്ടിലാണ് ഒത്തുകൂടുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ എല്ലാവരും ഓരോരാളായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. കുട്ടികളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര കളിയാണ്. ഇതിൻ്റെ സൗണ്ടൊന്നും ഒട്ടും ഇടാനേ പറ്റത്തില്ല, അത്രക്കും ഒച്ചയും ബഹളവുമാണ് ഇവിടെ. മിന്നൂട്ടിക്കാണെങ്കിൽ ഈ ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓണത്തിന്. പിന്നെ ഒരു ഡ്രസ്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഉത്രാടത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് പട്ടുപാവാട ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. പുതിയതുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെന്തിനാണ് ഇപ്പോൾ പഴയത് ഇടുന്നതെന്ന് വിചാരിച്ചു. പുതിയ പട്ടുപാവാടയൊന്നും എടുത്തിട്ടില്ല ഇല്ലത് കൊണ്ട്. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസ് തന്നു. ഞാനൊക്കെ മുമ്പേ കുടിച്ചതാണ്, ഇവരിപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മോളുടെ ഫസ്റ്റത്തെ ഓണമാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉത്രാടമാണ്. അപ്പം മോളുടെ ആദ്യത്തെ ഓണമായതുകൊണ്ട് ഇവർ പറഞ്ഞു ഇവിടെ കൂടാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കൂടി അടുക്കളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇഡ്ഡലിയും സാമ്പാറൊക്കെ തന്നു. ഞാനാണെങ്കിൽ വന്നപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരിപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. അമ്മയാണെങ്കിൽ പപ്പടം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ സാറിൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ ഉണ്ണിയപ്പം കണ്ടു കേട്ടോ. അപ്പോൾ സുനിതയാണ് ഉണ്ണിയപ്പം കൊണ്ടുവന്നത്. ഉണ്ണിയപ്പം പിടിച്ചിട്ടുള്ള ആളല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന ആളായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നത്. നമ്മുടെ കട്ടിലിൻ്റെ പുറത്ത് ഡിഷൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. ആദ്യം തന്നെ ഇതാ ചിപ്സിൻ്റെ പാക്കറ്റാണ്. പിന്നെ നമ്മുടെ കേബേജ് ഉപ്പേരി, പിന്നെ ഇതാണ് കേട്ടോ ഓണത്തിന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നമ്മുടെ സാമ്പാർ കേട്ടോ. സാമ്പാറാണെങ്കിൽ അമ്മയുടെ സ്പെഷ്യലാണ്, അമ്മയാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെയും ഞാനത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തുനിന്ന് കാണിക്കണം എന്ന് വെച്ചിട്ട് ആദ്യം എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. അപ്പം മുമ്പ് കാണാത്തവർ നല്ല വൃത്തിക്ക് കണ്ടോളൂ. ഇതാ സാമ്പാർ, പിന്നെ ചോറ്, മട്ടരിയുടെ ചോറാണ് ഇത്. ഓരോരാൾ ചോറ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്ര കുറച്ചായിട്ട് കാണുന്നത്. എന്താ നമ്മുടെ ഉണ്ണിയപ്പം, അതിൻ്റെ ഇടയിൽ ഉണ്ണിയപ്പം എല്ലാവരും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെടുത്ത് കഴിക്കുമ്പോൾ ഞാനും എടുത്ത് കഴിച്ചു. അത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞതാണ്. ആ കണ്ടത് നിങ്ങളിപ്പോൾ. അച്ചാറ് മാങ്ങ അച്ചാറാണ്. ഇഞ്ചിപ്പുളി, ബീട്രൂട്ട് പച്ചടി, കക്കരിക്കപ്പെരക്ക്, കൂട്ടുകറി, ചോറ്, അവിയൽ, പായസം, ഇനി ഒരു ഫാമിലിയും കൂടി വരാനുണ്ട്. അപ്പം അവരുടെ ക്യാരറ്റ് ഉപ്പേരിയും കൂടി എത്താനുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഓണസദ്യയുടെ എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടോ. ഇനി നമുക്ക് മക്കളുടെ കുറച്ച് ഡാൻസ് കാണാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും
അങ്ങനെ മക്കളെ ഡാൻസൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. മക്കൾക്ക് തന്നെയാണ് ഫസ്റ്റ് കൊടുത്തേട്ടോ. എല്ലാ മക്കളെയും താഴെ ഇരുത്തിയിട്ട് അവർക്ക് ഇലയൊക്കെ ഇട്ടിട്ടാണ് ചോറ് വിളമ്പിയത്. പിന്നെ അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് താമസിക്കുന്ന കുറച്ച് മക്കളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ആദ്യം ചോറ് കൊടുത്തു. അങ്ങനെ എല്ലാ മക്കളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്നുവാണെങ്കിൽ ബാലമോൾക്ക് വയലിട്ട് കൊടുക്കുന്നുണ്ട്. അവൾ കഴിക്കുന്നില്ല. അപ്പോൾ അവളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മക്കളൊക്കെ കഴിച്ച് എഴുന്നേറ്റ ശേഷം ഞങ്ങളുടെ കെട്ടിയോന്മാരുടെ ഊഴായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരായിരുന്നു ഫസ്റ്റ് ഇരുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാൽ വിളമ്പി കൊടുക്കാൻ ആളും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ഫസ്റ്റ് ഇരുന്ന് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവർ കഴിച്ച ശേഷം ഞങ്ങളും കൂടി ഇരുന്നു കേട്ടോ. ഭക്ഷണം കാണുമ്പോൾ ആക്രാന്തം എന്ന് പറയുന്ന പോലെ ഭക്ഷണം കണ്ടപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. ഇത് ഫോട്ടോ എടുത്തതുകൊണ്ടാണ് ഇത്രയും കൂടി കിട്ടിയിരുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ താഴെ ഒരു പാർക്കുണ്ട് കേട്ടോ, അവിടേക്ക് പോയി. അങ്ങനെ കുട്ടികളൊക്കെ ഇതിൽ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ കിടന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ് താഴേന്ന്. അല്ലെങ്കിൽ എപ്പോഴും മഴയാണെന്ന് നല്ല വെയിലുണ്ട്. അതൊരു സമാധാനം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാർക്കിലൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. എല്ലാവരും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് താഴെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പാർക്കിൽ വന്നിട്ട് എടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇതാ ഒരു വലിയ കുട്ടിയും ചെറിയ കുട്ടിയും കൂടിയിട്ട് ഇതിനകത്ത് ഇരുന്നിട്ട് കറങ്ങുന്നുണ്ട്. പറ്റുന്നില്ലെങ്കിൽ കാലിട്ടിളക്കിക്കൊണ്ടാണ് ഈ കറക്കമൊക്കെ കേട്ടോ. ഞാനിവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെയിൽ കാരണം എൻ്റെ ഫേസ് തന്നെയാണ് എൻ്റെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിവരെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് ഒട്ടും തന്നെ ക്ലിയർ ഇല്ല. അതുകൊണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു കസേര കളിയൊക്കെ കളിച്ചു കേട്ടോ. അവിടെ ഇത് കണ്ടുകൊണ്ട് കസേരയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓടടി ഓടടി ഓടടി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പാർക്കിലോട്ട് പോയത്. അങ്ങനെ എല്ലാവരും ഫാമിലി ഫോട്ടോസും പിന്നെ എല്ലാവരും ഒന്നിച്ചുള്ള ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓണത്തിന് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കലായിരിക്കുമെന്ന് വിചാരിച്ച് നമുക്ക് ഇത്രയും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.